ടി പത്മനാഭന്റെ 96-ാം ജന്മദിനാഘോഷം പോത്താങ്കണ്ടം ആനന്ദഭവനത്തിൽ നടന്നു. ഐസി മൂൺ ഐസ്ക്രീം, എ ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്. കഥകളുടെ കുലപതിയും സാഹിത്യ സാംസ്കാരിക തപസ്സിലെ സൂര്യ തേജസ്സുമായ കേരള ജ്യോതി ടി പത്മനാഭന്റെ 96-ാം ജന്മദിനാഘോഷം പോത്താങ്കണ്ടം ആനന്ദഭവനത്തിൽ വർണ്ണാഭമായ പരിപാടികളോടെ നടന്നു. ചെറുതാഴം ചന്ദ്രനും സംഘവും അവതരിപ്പിച്ച ചെണ്ടമേളം, കുറിച്ചി നടേശനും സംഘവും അവതരിപ്പിച്ച അർജുന നൃത്തം, ടി എം പ്രേംനാഥ് അവതരിപ്പിച്ച മയൂര നൃത്തം, തൃശൂർ കലാകൈരളി ഒരുക്കിയ കുമ്മാട്ടി എന്നിവയോടെയായിരുന്നു ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് 96 ചിരാതുകളിൽ ദീപം തെളിയിച്ചതോടെ നടന്ന സാംസ്കാരിക സമ്മേളനത്തിന് സ്വാമി കൃഷ്ണാനന്ദ ഭാരതി ആമുഖ ഭാഷണം നടത്തി. ചടങ്ങിൽ ഋഷിരാജ് സിംഗ് IPS, രാജു നാരായണസ്വാമി IAS, ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയസ് മെത്രാപ്പോലിത്ത, ചലച്ചിത്ര സംവിധായകൻ ജയരാജ്, TI മധുസൂദനൻ MLA, അഡ്വക്കേറ്റ് M സ്വരാജ്, മലയാള മനോരമ കോർഡിനേറ്റിംഗ് എഡിറ്റർ മുഹമ്മദ് അനീസ് എന്നിവർ ജന്മദിനാശംസകൾ നേർന്നു. കഥകളുടെ കാലഭൈരവൻ എന്നാണ് മഹാനായ ശ്രീ ടി പത്മനാഭനെ സാഹിത്യ നിരൂപകർ വിശേഷിപ്പിച്ചിട്ടുള്ളത്. പ്രണയത്തിൻ്റെ അധര സിന്ദൂരം കൊണ്ടെഴുതിയ കഥകൾ. മഴ മണ്ണിനോട് എന്ത് ചെയ്യുന്നുവോ അതാണ് ശ്രീ ടി പത്മനാഭൻ്റെ കഥകൾ മാനവരാശിയോട് ചെയ്തത് എന്ന് മലയാള മനോരമയിൽ വന്ന ഒരു ലേഖനം ഞാൻ ഈ അവസരത്തിൽ ഓർത്തു പോകുകയാണ്. ആസ്ഥാന ശില്പം ക്ഷേത്രകലയുടെ സൂക്ഷ്മ സുഭഗതയെയാണ് പ്രകടിപ്പിക്കുന്നത്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ വിളിച്ചോതുന്ന കഥകൾ. പ്രകൃതിയും മനുഷ്യനും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. അവ പരസ്പര പൂരകങ്ങളാണ്. ഒന്നില്ലാതെ മറ്റൊന്നിന് നിലനിൽക്കുക സാധ്യമല്ല. പാറമേൽ തട്ടി പളുങ്ക് മണി ചിന്നി ആമന്തമൊഴുകുന്ന ആരണ്യ പൂഞ്ചോലകളും മരന്തം തുളുമ്പുന്ന മലരിൻ ചുറ്റും കൂടി മുരണ്ട് നടക്കുന്ന തേനീച്ചകളും നൽപല്ലവാകുലമായ ചില്ലിക്കയ്യകളാട്ടി നർത്തനം ചെയ്യുന്ന വല്ലികാലതികളുമെല്ലാം പ്രകൃതി മനുഷ്യന് നൽകിയ വരദാനങ്ങളാണ്. ഈ വരദാനങ്ങളെല്ലാം മഴയായിക്കൊള്ളട്ടെ, മഞ്ഞായിക്കൊള്ളട്ടെ, നിഹാര കണങ്ങളായിക്കൊള്ളട്ടെ, ഇളം തെന്നലായിക്കൊള്ളട്ടെ, മഹാനായ ശ്രീ ടി പത്മനാഭൻ്റെ കഥയിലെ കഥാതന്തുക്കൾ തന്നെ. ഇനിയും നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് ക്രിയാത്മകമായ കഥകളോ ആഖ്യാനങ്ങളോ പ്രഭാഷണങ്ങളോ ഒക്കെ കേൾക്കാനും ആ സാന്നിധ്യം അനുഗ്രഹീതമാണെന്ന് നേരിട്ട് കണ്ടറിയാനും തമ്പുരാൻ ആയുസ് കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഈ അടുത്തിടെ തിരുവനന്തപുരത്തെ ഒരു പ്രസിദ്ധനായ സാഹിത്യകാരൻ, നമുക്കറിയാവുന്ന ധാരാളം ബഹുമാന സമ്മാനങ്ങൾ ഈ അടുത്ത കാലത്തായിട്ടൊക്കെ ലഭിച്ചിട്ടുള്ള പ്രഭാവർമ്മയോട് ചോദിച്ചു, നമുക്കൊന്ന് കേരളത്തിൽ അല്ല ഭാരതത്തിൽ തന്നെ, പ്രത്യേകിച്ചും കേരളത്തിൽ സാഹിത്യ സാംസ്കാരിക രംഗത്ത് നമുക്ക് ആദരിക്കാൻ പ്രഭാവർമ്മ നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാരായിരിക്കും? അദ്ദേഹം ഒരു സാഹിത്യകാരനാണ്. ധാരാളം ബഹുമാനങ്ങൾ ഒക്കെ ലഭിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞത് ഒന്നാമത് വരുന്നത് ശ്രീ ടി പത്മനാഭൻ അവറുകൾ തന്നെയായിരിക്കും. പത്മനാഭൻ സാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത്
അദ്ദേഹത്തിനുമായി ഇത് പുതുതായിട്ടല്ല ഇന്ന് എൻ്റെ ഒരു കൂടിക്കാഴ്ച. ജയിൽ DGP ആയ സമയത്ത് ഞങ്ങൾ ജയിലിൽ കണ്ണൂരിൽ ഔദ്യോഗികമായിട്ട് എന്തെങ്കിലും ഒരു ചടങ്ങ് ഞങ്ങൾ സംഘടിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തിനെ വിളിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ ഇമോഷണൽ ഡെപ്ത്, പിന്നെ ഇൻറ്റൻസിറ്റി ഓഫ് ലിറിക്സ്, ഇതാണ് ഒരു മറ്റേ ആളുകളുടെ എഴുത്തിന് കാണാത്ത ഈ രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. പിന്നെ അദ്ദേഹം തന്നെ പറയും, അവസാനത്തെ അദ്ദേഹം മറുപടി പറയുമല്ലോ, അദ്ദേഹത്തിന് കിട്ടാത്ത അവാർഡൊന്നുമില്ല. കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ അവാർഡ് എന്ന് പറയുന്നത് എഴുത്തച്ഛൻ അവാർഡാണ്. അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. കേരള ജ്യോതി അവാർഡും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയ അവാർഡിനേക്കാൾ അദ്ദേഹം ചില അവാർഡുകളെ എടുക്കാൻ സമ്മതിച്ചിട്ടില്ല. അതിൻ്റെ ലിസ്റ്റ് ഇതിനേക്കാൾ വലുതാണ്. അത് എന്തുകൊണ്ട് അദ്ദേഹം എടുത്തിട്ടില്ല, അത് ദാറ്റ് ഓൺലി ഹി ക്യാൻ എക്സ്പ്ലെയിൻ. എനിക്ക് തോന്നുന്നു ഇന്ന് പറയേണ്ട ഒരു കാര്യം, പ്രകാശം പരത്തുന്ന പെൺകുട്ടിയെ എഴുതിയ പപ്പേട്ടനെ പ്രകാശം പരത്തുന്ന പപ്പേട്ടൻ എന്ന് വിളിക്കാം എന്നെനിക്ക് തോന്നുന്നു. കാരണം മലയാളത്തിൻ്റെ കഥാകാരൻ ഇന്നും ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി നമ്മളുടെ ഇടയിൽ സജീവമായി നിലനിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ശബ്ദം ഭയത്തോടെ ശ്രദ്ധിക്കുന്നവരുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥകൾ വരാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. എൻ്റെ ഓർമ്മയിൽ ഓരോ ഓണക്കാലവും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു. കാരണം ഓണക്കാലത്തിറങ്ങുന്ന ഓണപ്പതിപ്പുകളിൽ പപ്പേട്ടൻ്റെ ഒരു കഥയുണ്ടാവും. ആദ്യം ഇറങ്ങുന്ന ആ വിശേഷ പ്രതിയിൽ തിരഞ്ഞു പിടിച്ച ആദ്യത്തെ പേജിൽ തന്നെ ഉണ്ടാവും പപ്പേട്ടൻ്റെ കഥ. അത് വായിച്ചപ്പോൾ എൻ്റെ ഓണം സമ്പൂർണ്ണമായി. വളരെ ചെറിയ കാലം തൊട്ട് തന്നെ പപ്പേട്ടൻ്റെ കഥകൾ ആരാധിക്കുന്ന ഒരു കുട്ടിയായിരുന്നു എന്ന് തന്നെ പറയാം. എന്നെ അത്ഭുതപ്പെടുത്തിയിരുന്നത് ഇവിടെ പലരും പറഞ്ഞതുപോലെ തന്നെ പറയാതെ പറയുന്ന ഒരുപാട് അത്ഭുതങ്ങൾ. കടൽ തീരത്ത് നിന്നും കിട്ടുന്ന ഒരു ശംഖ് ചെവിയിൽ വെക്കുമ്പം കടലിൻ്റെ ശബ്ദം മുഴുവൻ കേൾക്കുന്നത് പോലെ കഥ വായിച്ചു മടക്കി വെച്ചിട്ട് ചിന്തിച്ചിരിക്കാൻ മറ്റൊരു കഥയും എന്നെ പ്രലോഭിപ്പിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക കഥകളും വീണ്ടും വീണ്ടും ചിന്തിപ്പിക്കുന്നു, ഇന്നും ചിന്തിപ്പിക്കുന്നു. അങ്ങനെ ആ ആഗ്രഹം അദ്ദേഹത്തോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് പ്രകാശം പരത്തുന്ന പെൺകുട്ടി സിനിമയാക്കാൻ കഴിഞ്ഞത്. അത് നീതിപൂർവമായിട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്ന് എനിക്കറിയില്ല. പപ്പേട്ടനെ ഞാൻ ആ സിനിമ കാണിച്ചിരുന്നു. ഞാനൊരു കഥാകൃത്താകണം എന്നോ ആകുമെന്നോ ഒന്നും കരുതിയിട്ടല്ല, ആയിപ്പോയതാണ്. സത്യമാണ് പറയുന്നത്, ആയിപ്പോയതാണ്, എഴുതിപ്പോയതാണ്. ഈ വയസ്സിലും എഴുതി പോവുകയാണ്, അല്ലാതെ എഴുതുകയല്ല. വലിയ വ്യത്യാസമുണ്ട്. എനിക്ക് ആദ്യം കിട്ടിയ പ്രതിഫലം ഒരു കഥക്ക് 7.5 ഉറുപ്പികയാണ്. 7.5. ഇന്ന് ഇന്ത്യയിലെ, ലോകത്തിൻ്റെത് എനിക്കറിയില്ല, ഇന്ത്യയിലെ ഏത് കഥാകൃത്തിനും കിട്ടുന്നതിനേക്കാൾ വലിയ പ്രതിഫലം എനിക്കൊരു കഥക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ഒരിക്കലും പണത്തിന് വേണ്ടി എഴുതിയിട്ടില്ല, എഴുതുകയുമില്ല. പക്ഷേ എഴുതിയതിന് പണം വാങ്ങാറുണ്ട്. പണം വാങ്ങാതെ, കാശ് പോലും വാങ്ങാതെ എത്രയോ ആളുകൾക്ക് കഥ വെറുതെ കൊടുത്തിട്ടുമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന ഒരുത്തൻ എന്ന നിലക്ക് കണ്ടമാനം എഴുതിക്കൂട്ടി ഒരു കാശുകാരനാവാൻ എനിക്ക് കഴിയും. ഞാൻ എഴുതിയിട്ടില്ല. പണം വേണ്ടാത്തതുകൊണ്ടല്ല, ഞാൻ എഴുതിയിട്ടില്ല.
പല നിർബന്ധങ്ങളും ഏറ്റവും വലിയ പ്രസാധകരിൽ നിന്ന് ഉണ്ടായിട്ടും ഞാൻ ആത്മകഥ എഴുതിയിട്ടില്ല. അതിൻ്റെ കാരണം എൻ്റെ സത്യസന്ധതയാണ്. ഞാൻ ഡയറി സൂക്ഷിക്കുന്നവനല്ല, ഫോട്ടോഗ്രാഫ്സ് സൂക്ഷിക്കുന്നവനല്ല. എഴുതുമ്പോൾ പരമാവധി സത്യസന്ധത പുലർത്തി എഴുതണം. അറിയാതെ പോലും അതിൽ കളവ് വരരുത്. അപ്പോൾ പിന്നെ എങ്ങനെ എഴുതാൻ കഴിയും? ആ ഒറ്റ കാരണത്താലാണ് ആത്മകഥ എഴുതാത്തത്. കഥകളിൽ ആത്മാംശമുണ്ട്, അത് മതിയല്ലോ എന്ന് പറയുന്ന സുഹൃത്തുക്കളും ഉണ്ട്. കൂടുതൽ പറയുന്നില്ല. നന്ദി പറയണം. ആർക്ക്? സ്വാമിജിക്ക്. ഒരു പ്രാസംഗികൻ പറഞ്ഞു, സ്വന്തം നാട്ടിൽ അംഗീകരിക്കപ്പെടുന്നില്ല, ബഹുമാനിക്കപ്പെടുന്നില്ല എന്ന്. പക്ഷേ സ്വാമിജി ഈ ഓണംകേറ മൂലയിൽ എന്നെ ആദരിക്കുന്നു. വളരെ സത്യമാണ്. ഞാൻ ജനിച്ചു വളർന്ന ഗ്രാമത്തിൽ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ വേണ്ട, ആദരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ വേണ്ട, എന്നെ ഒരു കഥാകൃത്തായി അംഗീകരിച്ചിട്ട് പോലുമില്ല. എൻ്റെ ഗ്രാമത്തിലെ അധ്യാപകർ പറയുന്നത്, ഇങ്ങനെയാണോ കഥ എഴുതേണ്ടത്? ഞാൻ അല്പം പോലും രോഷാകുലനായിട്ടില്ല, അല്പം പോലും. ഇപ്പോഴും അത് തന്നെയാണ് സ്ഥിതി. അവർ അംഗീകരിക്കാറില്ല. പക്ഷെ സ്വാമിജി അംഗീകരിക്കുന്നുണ്ട്. എനിക്കത് മതി. സാധികൻ എം.ആർ. പയ്യട്ടം പത്മനാഭന്റെ കഥ അവതരിപ്പിച്ചു. സ്വർഗവാതിൽ പക്ഷി ചോദിച്ചു. കുമാരി ആജ്ഞ വൃന്ദ കവിത ചൊല്ലി. തുടർന്ന് കേക്ക് മുറിച്ചും സദ്യ വിളമ്പിയും ജന്മദിനാഘോഷം കെങ്കേമമാക്കി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. IC Moon Ice Cream, a Janata Charitable Society product.